അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വാക്കുകൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. ഇതിന്റെ അവസാനത്തിൽ ഞാനൊരു കഥ പറയുന്നുണ്ട്. അതുവരെ നിങ്ങൾ കേൾക്കണമെന്ന് ഇത്തരുണത്തിൽ ഉണർത്തുകയാണ്. നാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. മനുഷ്യർക്ക് മാത്രം അള്ളാഹു നൽകിയ ഒന്നാണ് സംസാരശേഷി. അള്ളാഹുവിന്റെ ലക്ഷക്കണക്കിന് സൃഷ്ടികളിൽ ഒന്നിനു പോലും സംസാരശേഷിയില്ല. മനുഷ്യർക്ക് മാത്രമാണ് ആ കഴിവ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ നാവ് എന്നുള്ള നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാഞ്ഞാൽ വ്യക്തിപരമായും സാമൂഹികപരമായും അത് അപകടത്തിലേക്ക് എത്തിക്കുന്നതാണ്. വാക്കുകൾ കൊണ്ട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും, വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതേ വാക്കുകൾ കൊണ്ട് തന്നെ വളരെ നാശങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. അതുകൊണ്ട് സൂക്ഷ്മത നമ്മുടെ സംസാരത്തിൽ വേണം. ചിന്തിച്ച് വേണം നമ്മൾ സംസാരിക്കേണ്ടത്. കഴിഞ്ഞതിന് ശേഷമല്ല ചിന്തിക്കേണ്ടത്. വാക്ക് പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം, ആരോടെല്ലാം പറയണം എന്ന് നമ്മൾ ചിന്തിക്കുക. ആ ചിന്തയിൽ നിന്നായിരിക്കണം നമ്മുടെ സംസാരം. സംസാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തിനു സംസാരിച്ചു, ഞാൻ ആരോട് സംസാരിച്ചു, എന്ത് കാര്യം എന്ന് ചിന്തിച്ചത് കൊണ്ട് പ്രയോജനം ഇല്ല. വാക്ക് എന്നുള്ളത് നമ്മുടെ വായിൽ നിന്ന് വിട്ടാൽ അത് ആയുധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആരെയും നമ്മുടെ വാക്കുകളോ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിക്കാൻ പാടില്ല. എത്ര ഉയരങ്ങളെത്തിയവനാണെങ്കിൽ പോലും അധപതനത്തിന്റെ അഗാധതയിലേക്ക് അധപ്പതിക്കാൻ പലപ്പോഴും അവന്റെ വാക്കുകളും സംസാരങ്ങളും മതി. എത്രയോ ആളുകളെ ജയിലിലേക്ക് പോലും എത്തിച്ച കഥകൾ നമുക്ക് അറിയാവുന്നതാണല്ലോ. പലരുടെയും രാഷ്ട്രീയ ഭാവിയും ധർമ്മത്തിൽ നിന്നും പോലും പോകേണ്ട ഗതിയോട് പലർക്കും പ്രസംഗങ്ങളിലും സംസാരങ്ങളിലും കാരണത്താൽ ഉണ്ടായ ചരിത്രം നമ്മുടെ മുന്നിൽ എമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക. നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണം വേണം, സമൂഹത്തിന് ഗുണം വേണം, നമ്മുടെ കുടുംബത്തിന് ഗുണം വേണം, നമ്മുടെ നാളത്തേക്കും അതിന്റെ ഗുണങ്ങൾ ഉണ്ടാകണം. ആ നിലക്കായിരിക്കണം നമ്മുടെ സംസാരങ്ങളും ഇടപെടലുകളും എല്ലാം. അനാവശ്യമായി ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടരുത്. ഇസ്ലാമിനെ ഏറ്റവും ഉത്തമമായ കാര്യം തങ്ങൾ പറഞ്ഞത് എന്താണ്? മറ്റൊരാളെയും പരദൂഷണം പറയാതിരിക്കലാണ്. കളവ് പറയരുത്. തമാശക്കാണെങ്കിൽ പോലും കളവ് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. നല്ല വാക്കുകളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. നല്ലതായ ഉപമകൾ പ്രസംഗങ്ങളിലാകട്ടെ അല്ലെങ്കിൽ മറ്റു സംസാരങ്ങളിലാകട്ടെ ഉപമകൾ വരുമ്പോൾ അതൊക്കെ നല്ല ഉപമകളും നല്ല വാക്കുകളുമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ചീത്തയായ വാക്കുകൾ, അശ്ലീല വാക്കുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നാം സംസാരിക്കുമ്പോൾ എന്ത് ഗുണം, നാളത്തെ പാരത്രിക ജീവിതത്തിന് നഷ്ടമാകുന്ന വല്ല വാക്കുകളും വല്ല പ്രവൃത്തികളിലും എന്റെ നാവിലൂടെ വരുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് സംസാരിച്ചാൽ എത്രയോ പ്രശ്നങ്ങളിൽ നമുക്ക് മാറാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ നമ്മുടെ രാഷ്ട്രപതി, അതല്ലെങ്കിൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ആളുകൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ എഴുതി പ്രസംഗിക്കുന്നു. എന്തേ കാരണം? മറ്റൊന്നുമല്ല, അവരുടെ വാക്കുകൾക്ക്, അവരുടെ പ്രസംഗങ്ങൾക്ക് സമൂഹം വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ നിന്ന് വലുതാത്ത വല്ലതും, മോശപ്പെട്ട വല്ല വാക്കുകളോ മറ്റോ ഒന്നുപോയാൽ അത് സമൂഹത്തിൽ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം എഴുതി പ്രസംഗിക്കുന്നത്, സൂക്ഷ്മത എന്നുള്ള നിലക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കുക, ശ്രദ്ധയോടുകൂടി സംസാരിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു സംഭവം പറയാം. ഒരു കോടതിയിൽ ഒരു കേസ് വന്നു. എന്താ കേസ്? മറ്റൊന്നുമല്ല, കേസ് ഇത്രയേ ഉള്ളൂ. ഒരാൾ തന്നെ കുറിച്ച് വളരെ അപരാധങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അതെന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു. അങ്ങനെ വാദിയും പ്രതിയും കോടതിയിലെത്തി. കോടതിയിൽ നിന്ന് അവസാനം ചെടിച്ച് വിധി പറയും മുമ്പായി ഈ പ്രതിയോട് പറഞ്ഞു, താങ്കൾ എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത്? ഇന്നാലിന്ന കാര്യങ്ങളാണ്, പരദൂഷണങ്ങളാണ് പറഞ്ഞത്. ശരി. തങ്ങൾ പറഞ്ഞത് ശരിയാണോ? ശരി. വാദി ഉന്നയിച്ചത് ശരിയാണോ? ശരി. രണ്ടാളും സമ്മതിച്ചു, കുറ്റം സമ്മതിച്ചു, പ്രതി കുറ്റം സമ്മതിച്ചു. അവസാനം വിധി വരികയാണ്. വിധി വരുന്ന മുമ്പായി പ്രതിയോടായി ജഡ്ജി പറഞ്ഞു, നിങ്ങൾ ഈ വ്യക്തിയെ സംബന്ധിച്ച്
പരദൂഷണം പറഞ്ഞുവല്ലോ, അനാവശ്യമായ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചുവല്ലോ, അത് നിങ്ങൾ ഒരു കടലാസിൽ എഴുതണം. അങ്ങനെ അദ്ദേഹം എഴുതി. ഇതിനുശേഷം ജഡ്ജിയെ കാണിച്ചു കൊടുത്തു. ഇതല്ലേ ഞാൻ പറഞ്ഞത്, ഇതല്ലേ കേസ്? അതെ, ശരി. എന്നിട്ട് അദ്ദേഹം ആ പ്രതിയോട് പറഞ്ഞു, ഇത് നിങ്ങൾ തുണ്ടം തുണ്ടമായി കീറുക, എന്നിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിതറുക. ഓരോ ഭാഗങ്ങളിൽ ഇതിന് ഓരോ കഷ്ണം കടലാസുകളോ പല ഭാഗങ്ങളിലായി എത്തുക. നാളെ നമുക്ക് വിധി പറയാം, എന്നിട്ട് നാളെ നിങ്ങൾ വരണം. വാദിയെയും പ്രതിയെയും പിറ്റേന്ന് കോടതിയിൽ വരാൻ പറഞ്ഞു. വാദിയും പ്രതിയും വളരെ പ്രതീക്ഷയോടുകൂടി കോടതിയിൽ കാത്തു നിൽക്കുകയാണ്. വിധി വരുന്നത് കാത്ത്. ഉറപ്പാണ് ജയിൽ ശിക്ഷ എന്ന് രണ്ടുപേരും പ്രതീക്ഷിച്ചിരിക്കുന്നു. അവസാനം ജഡ്ജിയുടെ മുന്നിൽ രണ്ടുപേരും എത്തി, വാദിയും പ്രതിയും എത്തി. പ്രതിയോട് ചോദിച്ചു ജഡ്ജി, ഇന്നലെ നിങ്ങൾ എഴുതിയ ആ കടലാസ് എവിടെ? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഉത്തരവ് പ്രകാരം ഞാനത് അങ്ങാടികളിൽ പല ഭാഗങ്ങളിലായി കീറി കളഞ്ഞിട്ടുണ്ട്. ജഡ്ജി പറഞ്ഞു, ആ കടലാസുകൾ കൊണ്ടുവരണം, ഓരോ കടലാസുകളും കൊണ്ടുവരണം. പ്രതി പറഞ്ഞു, എനിക്കൊരിക്കലും അത് സാധ്യമല്ല. കാരണം ഞാനത് പല ദിക്കുകളിലായിട്ടാണ് എറിഞ്ഞിരിക്കുന്നത്. അത് ചിലപ്പോൾ പാടിപ്പോയിരിക്കാം, മാലിന്യങ്ങളിൽ പെട്ടുപോയിരിക്കാം. ഒരു നിലക്കും അത് ശേഖരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഉടനെ ജഡ്ജി പറഞ്ഞു, ഇതുപോലെയാണ് നിങ്ങളുടെ വാക്കുകൾ. നിങ്ങൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് പല അപരാധങ്ങളും പറഞ്ഞ് പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിനെ അത് വേദനിപ്പിച്ചു. നിങ്ങളുടെ വാക്കുകൾ അത് പലരിലേക്കും എത്തി. അത് ഇനി ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ജയിൽ ശിക്ഷ വിധിക്കുന്നു. ഒരിക്കലും ഒരാളെക്കുറിച്ചും അപരാധം പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അത് പിന്നീട് തിരിച്ചെടുക്കാൻ സാധ്യമല്ല എന്ന് ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.